إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-അംബിയാ 87-ാമത്തെ ആയത്ത് 88-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. യൂനുസ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട അവതരിച്ച ആയത്തുകളാണിവർ. ദന്നൂനെയും നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ, ദന്നൂനിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പദത്തിന്റെ ഭാഷാർത്ഥം മത്സ്യക്കാരൻ എന്നാകും. അതായത് യൂനുസ് നബിയാണ് അവിടെ ഉദ്ദേശം. അദ്ദേഹം പുറപ്പെട്ടപ്പോൾ മുഖാലിബൻ കോപിഷ്ഠനായും കൊണ്ട് അദ്ദേഹത്തിന്റെ ജനങ്ങളോട് കോപം നിമിത്തം അദ്ദേഹം അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യം വിട്ടുപോവുകയാണ്. കാരണം എത്രയോ കാലങ്ങളായി അദ്ദേഹം പ്രബോധനം നടത്തിയിട്ട് ആ ജനത കുഫ്റിലും ചുരുക്കലും തന്നെ അടിയൊളിച്ചു നിൽക്കുകയാണ്. ഒരാൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. അങ്ങനെ ആ ജനങ്ങളോടുള്ള കോപം നിമിത്തം അദ്ദേഹം പുറപ്പെട്ടു പോയി. ആ നടപടി ശരിയല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫലന്ന അദ്ദേഹം വിചാരിച്ചു, അല്ലന്ന ഖദിർ അലൈഹി അദ്ദേഹത്തിന് മേൽ നാം കുടുസാക്കുകയില്ല എന്ന്. ഫനാദാ ഫിൽ ദുലുമാതി, ഫനാദാ യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു. ഫിൽ ദുലുമാതി ഇരുട്ടുകളിൽ ഉള്ളിൽ നിന്നും വിളിച്ചു. ഇതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, യൂനുസ് നബി അലൈഹിസ്സലാം പുറപ്പെട്ടു പോയി. അങ്ങനെ ഒരു കടൽക്കരയിലെത്തി ഒരു കപ്പലിൽ കയറി അടുത്ത രാജ്യത്തിലേക്ക് പുറപ്പെട്ടു പോകാൻ. ആ കപ്പലിന് ഭാരം കൂടുതൽ കൊണ്ട് അതിലെ ജോലിക്കാർ പറഞ്ഞു, ഇതിലൊരാളെ എങ്ങനെയെങ്കിലും കടലിലേക്ക് എറിഞ്ഞു കളയണമെന്നാൽ മാത്രമേ ഈ കപ്പൽ മുങ്ങാൻ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ അവർ നറുക്കിട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ് വന്നത്. പലപ്പോഴും വീണ്ടും വീണ്ടും നറുക്കിട്ടപ്പോഴൊക്കെയും യൂനുസ് നബിയുടെ പേര് തന്നെ വന്നു. അങ്ങനെ യൂനുസ് നബി ആ കപ്പൽ ജോലിക്കാരുടെ വിഷമം പരിഗണിച്ചുകൊണ്ട് സ്വയം കടലിലേക്ക് എടുത്തു ചാടുകയും അങ്ങനെ ഒരു മത്സ്യം അദ്ദേഹത്തിന് വിഴുങ്ങുകയുമാണ് ഉണ്ടായത്. ആ മത്സ്യത്തിന്റെ വയറിൽ നിന്നും, ആ ഇരുട്ടുകൾക്കുള്ളിൽ നിന്നും എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടും കടലിന്റെ ആഴിയിലുള്ള ഇരുട്ടും മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ടും, അങ്ങനെയുള്ള മൂന്നിരുട്ടുകൾക്കുള്ളിൽ നിന്നും യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. എന്നീ കുന്തു മിനൽ ളാലിമീൻ, നിശ്ചയമായും ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് പറയുകയാണ്. ഫസ്തജബ്നാ ലഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മിനൽ ഗമ്മി, ആ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരമാണ് വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് യൂനുസ് നബിയുടെ ചെറിയൊരു വളരെയധികം ചുരുങ്ങിയ ഒരു ചരിത്രം. ഇതിന്റെ വിശദീകരണം പല സൂറത്തുകളിലും ഉണ്ട്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.